നമ്മളീ സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ റിയൽ ലൈഫിലൊക്കെ വെളിയിലൊക്കെ നമ്മൾ ആദ്യം ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഇടി ഇടിക്കും. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര. അപ്പം ചന്ദ്രന് പ്രിയപ്പെട്ടവരോ ഇഷ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ വിളിക്കണോ? ആ അതെ അതെ അതെ. എന്റെ മകനുണ്ട് സിറ്റിയില്. ഓ വിളിക്കും 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 വിളിക്കും. മകൻ അലീന പിന്നെ ഇല്ല, പിന്നെ രായൻ നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ എത്രയാ, പിന്നെ അവര് അറിഞ്ഞൂടാ എനിക്ക് സിറ്റിയിൽ ഉണ്ടാവും. ഇല്ല അവരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുണ്ടെങ്കിൽ വിളിക്കാം. അവരുണ്ടെ വിളിക്കാം. ചന്ദ്ര രായന സരക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ വിളിക്കാം അവരെ. വാങ്ങോ 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 ചന്ദ്ര അപ്പാക്കിட்ட പോയി നില്ലടാ. ഓ അപ്പാവിടെ ബർത്ത്ഡേ പക്കത്തില് പോയി നില്ല്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. രായനായാലും സരക്ക് നമ്മുടെ പിള്ളേര് ഇവിടുന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോവേണ്ടി വന്നു എന്നുള്ളതല്ലാണ്ട് അവരിപ്പോഴും നമ്മുടെ എന്താ പറയാ നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്. അണ്ണാ ചന്ദ്രു എക്സ്റ്റാറ്റ് നോക്ക്. എടാ കേക്ക് കേക്ക് കേക്ക്. വാ 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 അകത്തോട്ട് വാ അകത്തോട്ട് വാ. ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ അളിയാ. ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ വീടിന്റെ ഫ്രണ്ട് നിൽക്കുന്നത്. അകത്തോട്ട് കയറത്തില്ലെന്നാ പറയുന്നത്. അറിയത്തില്ല ഹിന്ദിയൊക്കെ പറയുന്നു വാസവനെ. ഇതേതോ ബംഗാളി. ആ ശരിക്കും ഓടി വരൂ. വൈര് എത്തണില്ലല്ലോടാ ഞാൻ. വേറെ ഡ്രസ്സൊന്നും അല്ലെന്ന് സെറ്റില്. അയ്യോ മലയാള ഭാഷ എപ്പ എത്തി? മല്ലി ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ച ഗ്യാങ്ങോസും കേവിയൊക്കെ വിറ്റുന്നേ. എപിയും കേവിയിലെ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നേ. ഇത് എക്സ്പയർ ചെയ്തല്ലേ? കമ്പനി പുതിയ മോഡലായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ട് നമ്മൾ തിരിച്ചെടുത്ത് പുതിയ ടേംസ് ആൻഡ് പോളിസി ഒക്കെ ഉണ്ട്. കൊരങ്ങൻ കൊക്ക് മൂന്നേരം വന്നിരിക്കുന്ന എല്ലാത്തിനും വിളി അകത്തോട്ട് കയറ്റു അകത്തോട്ട് കയറ്റ്. എനിക്കറിഞ്ഞൂടാ ബാബു ആന കൊക്ക് ഇതൊക്കെ. ഞാൻ ചന്ദ്രന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചോളാൻ പറഞ്ഞപ്പോ ഇവരൊക്കെയാണ് വന്നത്. മനസ്സിലായോ? എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോണം മള്ളി. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മള്ളിക്ക് എങ്ങനെയുണ്ട് വിശേഷം? പെട്ടെന്ന് എന്താ ബംഗാളിന്ന് വന്നത്? മുള്ളി അർജന്റ് നാട്ടിലോട്ട് വരണം. ചന്ദ്രൻ ജനിച്ച ദിവസമല്ലേ? ബംഗാളിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? അവിടെ മള്ളി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അച്ഛനൊക്കെ എന്താ എന്റെ പറയാതെ വിൽക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വിറ്റില്ല ബാബു. വിറ്റില്ലേ? ഇല്ല. പിന്നെ അച്ഛനെന്ത് പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ വന്നായിരുന്നു. വന്നപ്പോ ഇവിടെ ഫുള്ള് അപ്പാപ്പൻ കേവിയിലെ പിള്ളേർ നിൽക്കുന്നു. ഞാൻ തിരിച്ചു പോയി. വിചാരിച്ചാ ഞാൻ വിറ്റെന്ന് വിചാരിച്ചു, നല്ല പൈസ കൊടുത്താണെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ആളില്ലാത്തപ്പോ നമ്മൾ കുറച്ച് ദിവസം ലീസിന് കൊടുത്തായിരുന്നു. ഓ അങ്ങനെ. തിരിച്ചു മേടിച്ചല്ലേ? പിന്നെ അല്ലാതെ നമ്മള് കഴിഞ്ഞോട്ടെ ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പരിപാടിക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഒന്നും നടന്നില്ലല്ലോ. അടിയായില്ലേ? ഓർമ്മയില്ലേ? മനസ്സിലായി മള്ളി. നമ്മളെ കട എഴുതി കൊടുത്തത് ഓർമ്മയുണ്ടോ? കട എഴുതി കൊടുത്തിട്ട് പിന്നെ വന്ന് തള്ളക്കിളി ഓർമ്മയുണ്ടോ? എഴുതി കൊടുത്താലോ എനിക്ക് മറക്കാൻ പറ്റാത്തത്. വന്ന് തള്ളക്കിളി ഇപ്പഴും ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ഭാഷയില് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു ആൾക്കാര്. തമിഴ്നാട്ടിൽ വിളിക്കുമല്ലോ. ഫുൾ ടൈം അവിടെയല്ലേ കിടക്കണത്. പിന്നെ അല്ലാതെ മള്ളി കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തപ്പോ പറയാ ഒരു 100 പേരുണ്ട്. ഇത്തവണ നല്ല ചെയ്തപ്പോ പറയാ ആരെങ്കിലും പറഞ്ഞാൽ നോക്കിക്കൊള്ളേ. അതെ. അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ല ഫ്രണ്ടിൽ വിളിച്ചെന്തിനാ? ഹലോ അസോര ഈ പുള്ളിയെ പരിചയമുണ്ടോ? ഹായ് ബസു സുഖമാണോ?
ലാസ്റ്റ് കണ്ടത് റിക്രൂട്ട്മെന്റിന് കൈ പിടിച്ചോണ്ട് വന്നതാ ഞാനിവിടെ. നമ്മുടെ ചെറുക്കന്റെ ബർത്ത്ഡേ അല്ലേ ഇന്നൊന്നില്ല പിന്നെ എന്നാ വരുന്നേ? എന്നെങ്കിലും വന്നല്ലോ, നന്ദിയുണ്ട്, നന്ദി. ഇന്ന് മുതൽ ഇതെന്റെ വാക്കാണ്, നമ്മള് ഇതെന്റെ പെട്ടി വാക്കാണ്. കിടന്നത് വരിച്ചേട്ടാ. അണ്ണാ ഇപ്പൊ ഓക്കെ അണ്ണാ. ഓൾ ഗുഡ് അല്ലേ? അണ്ണാ അണ്ണ മറ്റേ ജാക്കറ്റ് ഞാൻ എടുത്ത് വെക്കും കേട്ടാ. എടാ വാ വാ, അതോടെ വാടാ, അതോടെ സിനിമ വാ. ഇല്ലില്ല പപ്പടം എന്തി പപ്പടേ പൊള്ളാച്ചി കൊല വാടാ വാ 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 വാ. എടാ 100 കണക്ട് ചെയ്യാ എല്ലാരും. 100 റേഡിയോ 100 കണക്ട് ചെയ്യടാ 100 മംഗലശ്ശേരി. പറടാ പറ. അവരെ വിളി ബെല്ലാരി നീ വാ. എടാ വാ വാ വാ, എല്ലാരും വാ അകത്തിട്ടോ. എടാ റേഡിയോ കോമൺ എല്ലാവരോടും 100 കണക്ട് ചെയ്യണം. 100 എല്ലാരും റേഡിയോടെ കണക്ട് ചെയ്യണം. അന്നേരം നമുക്ക് കോള് പറഞ്ഞ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം. വാ വാ വാ. ഏത് റേഡിയോടാ നിങ്ങൾ 100 ആ നമ്പരാ ബർത്ത്ഡേ വരണം, വിഷ് ചെയ്യണം, എന്നിട്ട് ഇറങ്ങണം. അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായത്. അന്ന് ഇച്ചിരി സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടാ, എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലായി. എനിക്ക് പറഞ്ഞൂടാ, ഇവർക്കും അറിഞ്ഞൂടാ. ഭയങ്കര എന്താ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു സത്യം പറഞ്ഞ മൈൻഡൊക്കെ. എന്തായാലും ഭയങ്കര ഹാപ്പി എനിക്ക്. വേറെ ഒന്നും പറയാനുള്ള എടാ സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ നിന്നതിൽ. വേറെ എന്തിനും പറയാമെന്ന് പറഞ്ഞൂടാ. പ്രശ്നങ്ങളൊക്കെ അത് എന്തോ ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലുള്ളത് പറയാൻ തോന്നിയെന്ന് ഞാൻ പറഞ്ഞത്. വേറെ നെഗറ്റീവായിട്ടോ ഒരു ഇതായിട്ടോ ഹെറ്റായിട്ടോ അങ്ങനെ ഒന്നും എടുക്കരുത്. തോന്നിയ കാര്യം ഇതുവരെ പറഞ്ഞു. അപ്പം കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ തന്നെ മനസ്സിൽ എവിടേക്കൊക്കെ മനസ്സിലായില്ലേ വരുമ്പോ റിഫ്ലക്ട് ചെയ്യുമെന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. പക്ഷേ ഗ്യാങ് ഹൗസ് എത്തിയപ്പം എന്തോ അവിടെ വെച്ചിട്ട് എല്ലാം പോയി. അത് അറിഞ്ഞൂടാ എന്തെന്ന് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, എന്തായാലും എല്ലാം നല്ലോണം നടക്കട്ടെ, മുമ്പോട്ട് പോട്ടെ. എനിക്ക് നമുക്ക് എന്താ ബർത്ത്ഡേ ആണെങ്കിൽ നല്ലോണം നടന്നു, നമുക്ക് എല്ലാവരും കാണാൻ പറ്റി, എല്ലാവരും സന്തോഷമായി. അത് തന്നെ വലിയ കാര്യം. എല്ലാവരുമായിട്ടൊരു പോഴമ്പ സമയത്ത് നമ്മള് ഭയങ്കര അത്രയുള്ളൂ. എനിക്കല്ലേ ഇട്ടത് എന്നാണ് പോകുന്നത്. നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു സീനില്ലാത്ത രീതിയിൽ പോട്ടെ, അത് അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ എല്ലാം തീർന്നു. എനിക്ക് മനസ്സിലുള്ള എല്ലാം കുറച്ചൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ മനസ്സിലൊരിതുണ്ടായിരുന്നു. ഏതൊക്കെ ഇവിടെ വെച്ച് കളയണം, എനിക്കൊന്നും ഇനിയൊന്നും മനസ്സിൽ വയ്ക്കാൻ വയ്യ. എന്താ അത്രേ ഉള്ളൂ. എന്താ അത്രേ ഉള്ളൂ. ഫോട്ടോ എടുത്തിട്ടോ. ചന്ദ്ര നീ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്, ഇപ്പം ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. സീരിയസ് ആയിട്ടുണ്ട്. ഞാൻ എന്താ പറയാ, കയ്യുന്നു പെട്ടെന്ന് കയ്യുന്നു. ചായനെയും സരക്കിനെയും അവരെല്ലാരും ഒടിച്ചിട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കയ്യുന്നു. എത്രയൊക്കെ നമ്മള് ഒരുമിച്ച് നമ്മള് എത്ര 5 വർഷം നമ്മള് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ചുറ്റി കിടന്നത്. ചന്ദ്ര ആളിയ എനിക്ക് ഞാൻ നിന്റെ അടുത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് നിനക്ക് എൻ്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. സോ എന്താ പറയാ, ഓൾ ടൈം എപ്പോഴും നിന്റെ കൂടെ എന്തിനും ഉണ്ടാവും. അപ്പൊ അളിയ ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടി ഞാൻ നമ്മുടെ ബർത്ത്ഡേ പരിപാടി അങ്ങോട്ട് ഇതാക്കുകയാണ്. സോ നിനക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
മുളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കുന്നും വരം കുരുന്നു കുമ്പിളി ലേകിടാൻ തനിവാർന്ന സാന്ത്വനം നീല പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ മിഴിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോൽ നീ അരികിൽ നിൽപ്പൂ തഴുകാം കാന്തമാ. അളിയ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അളിയ. ഒരുപാട് നാള് നീ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഓൾ ടൈം. അന്നത്തെ പണ്ട് പരിചയപ്പെട്ട TIK ഡ്രീമർ തൊട്ട് ഇന്നത്തെ ചന്ദ്രബോസ് വരെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അളിയ ഹാപ്പി ബർത്ത്ഡേടാ.